അപ്പോൾ അതേ വട്ടവടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാണ്. ഫുൾ സെറ്റായി ഇറങ്ങാണ്. രാവിലെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് തിരക്കുണ്ടായതുകൊണ്ട് രാവിലെ അങ്ങനെ ഇറങ്ങാൻ പറ്റൂല എന്ന് അവന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങേണ്ട സമയത്തിന് ഏകദേശം ഉച്ച കഴിഞ്ഞു. അപ്പോൾ ടോട്ടലി ഏകദേശം ഒരു ബൈക്കും 2 കാറുമാണ് വട്ടവടയിലേക്ക് പോണത്. അപ്പോൾ അതേ 3 റൂട്ട് വഴിയാണ് വട്ടവടയിലേക്ക് പോണേ. അപ്പോൾ പോണ വഴിക്ക് പോലീസ് ചെക്കിങ് ഉണ്ടായി. പോണ വഴിക്കും തിരിച്ച് വന്ന വഴിക്കും പോലീസ് ചെക്കിങ് ഉണ്ടായി. അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള സംഭവം ഇത് ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അവരായിട്ടുള്ള സംസാരിച്ചതും എല്ലാ കാര്യങ്ങളും മുകളിലത്തെ ലിങ്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരായിട്ടുള്ള സംസാരിച്ച ഫുൾ വീഡിയോയും കിട്ടും. നെക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്. നെക്കോട്ടിക്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടുള്ള ഉണ്ടായ സിറ്റുവേഷൻ്റെ വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല വ്യൂ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി മൂന്നാർ ടൗൺ ജസ്റ്റ് കടന്നു. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുള്ള മൂന്നാറിൻ്റെ ഉള്ള ഒരു വ്യൂ കാണണം. എന്താണെന്നറിയോ, എന്ത് രസമുള്ള വ്യൂ ആണെന്നറിയോ. അപ്പോൾ മൂന്നാർ ടൗൺ ഏകദേശം കഴിഞ്ഞ് ഉള്ള ഒരു വ്യൂ ആണിത്. ഇത് കഴിഞ്ഞ് നേരെ മാട്ടുപ്പെട്ടി ഡാം, അത് കഴിഞ്ഞിട്ട് എക്കോ പോയിൻറ്റ്. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവന്മാർ 2 കാറാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. അതായത് ഒരു കാറ് എന്നേക്കാൾ മുന്നിലിപ്പോൾ ഉണ്ട്, ഒരു കാർ എൻ്റെ ബാക്കിലാണ്. ഞാൻ എപ്പോഴോ അവന്മാർ ഓവർടേക്ക് ചെയ്ത് പോയി, ഞാൻ ശ്രദ്ധിച്ച് പോലുമില്ല. കുറച്ച് ഓവർടേക്ക് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്മാർ വിളിച്ച്, എടാ നീ ആ ബ്ലോക്കിൽ വെച്ചിട്ട് ഞങ്ങളെ കയറിപ്പോയി എന്ന് പറഞ്ഞു. പിന്നെ ആ ഫ്ലോയിൽ തന്നെ ഓടിച്ച് പോകുന്നതുകൊണ്ട് ആടാ വട്ടവട എത്തിയിട്ട് കാണാമെന്ന് പറഞ്ഞേക്കട്. അവന്മാർ വരെ നല്ല ലേറ്റാവും. അവന്മാരേത് ബ്ലോക്കിൽ വെച്ചാൽ കണ്ടത്. ഞാൻ ബ്ലോക്കൊക്കെ കിടന്ന് എപ്പോൾ വട്ടവട എത്തുമാകും. +2 മുതലേ ഇവന്മാർ കൂടെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രിപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്ത് എന്തായാലും ഇറങ്ങൂല എന്നുള്ളത് 100% ഉറപ്പാണ്. പറയുന്ന സമയത്തിനേക്കാൾ 2 or 3 അതിനും കൂടുതൽ കഴിഞ്ഞ് എല്ലാവന്മാരും ഉറക്കത്തിൽ നിന്ന് നീട്ടി റെഡിയായി വരുമ്പോഴേക്കൊരു സമയമാവും എന്നുള്ളത് എപ്പോഴും ഇവിടുത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോഴത്തെ മാട്ടുപ്പെട്ടി ഡാമിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞ് എക്കോ പോയിൻറ്റ്. അവന്മാർക്കും കൃത്യമായിട്ട് എവിടെയാണെന്നുള്ള ലൈവ് ലൊക്കേഷൻ ഇട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാരെന്തായാലും എത്തും. അവന്മാരുടെ ലൈവ് ലൊക്കേഷൻ കുറച്ച് മുന്നേ കിടക്കുന്നുണ്ട്. പക്ഷേ എക്കോ പോയിൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് കട്ടാവാണ്. അപ്പോൾ ലൈവ് ലൊക്കേഷനും കൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. വഴി വെച്ച് കണ്ടു. എന്തായാലും ഭാഗ്യത്തിന് പോണ വഴിക്ക് അവന്മാരുടെ കാർ എന്തായാലും സൈഡിൽ നിർത്തിയിട്ടുണ്ടായി. അതുകൊണ്ട് അവന്മാരെന്തായാലും ഇവിടെ നിർത്തിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി. എക്കോ പോയിന്റ് അവിടെ നല്ല തിരക്കാണ്. അപ്പം അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലത്തെ ഒരു സ്പോട്ട് കണ്ടതുകൊണ്ടാണ് അവിടെ നിർത്തിയത്. ഇവിടെ നല്ല പീസായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വീഡിയോയിൽ വരുന്ന ചെറിയ ചെറിയ തെറികളൊക്കെയും അങ്ങോട്ട് ഒന്ന് ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഈ പിന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 കഴിഞ്ഞു, വട്ടവട ഏകദേശം എത്താറായി. അപ്പോഴേക്കും കോടാന്ന് പറയണതെന്ന് വെച്ചാൽ അടിപൊളി വ്യൂ ആട്ടോ. തണുത്തെന്ന് വെച്ചാൽ തണുത്തൊക്കെ കയ്യൊക്കും വിറച്ചു തുടങ്ങി. ഞാൻ കോട്ടെടുക്കാനും മറന്നുപോയി. അതാണ് ഏറ്റവും വലിയ അവസ്ഥയിൽ പോയേ. ഒരു ഐഡിയ ഇല്ല. തിരക്കായതുകൊണ്ടും പിന്നെ ധൃതി പിടിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ ഒരു ഹുഡി എടുക്കാൻ മറന്നുപോയി. മൂന്നാർ ഏകദേശം കടന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഹുഡി എടുക്കാൻ മറന്നുപോയല്ലോ, ഷർട്ട് ഇട്ടിട്ടാണല്ലോ വന്നതെന്നുള്ളത്. പിന്നെ തണുപ്പൊക്കെ അടിച്ച് ബൈക്ക് ഓടിക്കുമ്പോൾ നല്ല സുഖം ഉണ്ടാവും. അവിടെ വിറച്ചങ്ങട് തുടങ്ങി. പ്രത്യേകിച്ച് ജാക്കറ്റും എടുത്തില്ല, ഒന്നും എടുത്തില്ല. അവന്മാർ പിന്നെ കാറിൽ നല്ല സുഖിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ബൈക്ക് ഓടിക്കുന്നത് നല്ല രസം ഉണ്ടാവുമല്ലോ. കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോട. നല്ല അടിപൊളി തണുപ്പും അപാര വ്യൂവും. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല ഞാൻ. ഉച്ചയ്ക്കത്തെ ഫുഡ് പോലും കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പം തന്നെ കിട്ടുന്ന കടയിൽ നിന്ന് വല്ലതൊക്കെ ഇരുന്നിട്ട് മുട്ടയും ബ്രെഡ് റോസ്റ്റൊക്കെ എടുത്ത് കഴിച്ച് ഇത്തിരി വിശപ്പ് അങ്ങോട്ട് പതിയെ മാറ്റി. ഇവന്മാർക്ക് നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അവന്മാർ കടയിൽ വെച്ച് തന്നെ കഴിച്ചതാണ്. അടിക്കണവൻ എന്താണത്? പിള്ളേർക്കെന്ന പ്രാന്താ.
കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു ഭ്രാന്താണ്ടത്. കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുകയാണ്, പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വെച്ച്. എടാ മൃഗങ്ങളെയൊക്കെ ഇതുപോലെ ഉപദ്രവിക്കാമോ? കിട്ടുന്ന കമ്പൊക്കെ എടുത്തിട്ടിരുന്ന് തലങ്ങും വെലുങ്ങിലും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. മിണ്ടാപ്രാണികളെന്ന് വെച്ചിട്ട് എന്തും കാട്ടിക്കൂട്ടാന്ന പോലെയാണ്. പ്രാന്തന്മാരാണ്, പറഞ്ഞിട്ടും കാര്യമില്ല. ഇവന്മാരെ നിർബന്ധിച്ച് പറഞ്ഞു, വെറുതെ പോയിട്ട് വള്ളി കയറി പിടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ കയറി ഇടപെട്ടാനെ. നിൽക്കുന്ന കുതിരയും ആടും. പിന്നെ അവിടെ നിന്ന് നേരെ വട്ടവടയിലേക്ക്. അപ്പം അതേ വട്ടവടയിലേക്ക് കയറാനുള്ള പ്രവേശന കവാടമാണ് നിൽക്കണത്. ഇനി ഇത് ഇവിടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെയും കൊടുക്കണം. അവിടെ തന്നെ പറഞ്ഞു അങ്കമാലി. അങ്ങനെ വട്ടവട കയറി. അങ്ങനെ ദേ വട്ടവടയിലേക്ക് പ്രവേശിച്ചേക്കാണ്. ഇവിടെ കയറാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ വഴിയരികിൽ എവിടെയും നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല. ഒരു കമ്പിളിപ്പൊതു പോലും എടുത്തില്ല, തണുത്ത് ചാവാണ്. കട്ട ഫോറസ്റ്റ് ഏരിയ ആണല്ല. പുലി വന്ന പുളിയോ. ഈ റൂട്ടിൽ കൂടെ പോകുമ്പോഴുള്ളൊരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബാണ്. ഇത് കഴിഞ്ഞ് വരുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ഓ അടിപൊളി. ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും റേഞ്ച് എന്ന് പറഞ്ഞ സംഭവമില്ല. ഓണാണ് ദേ അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്നു. ഇനി നേരെ വട്ടവട ടൗണിലേക്ക്. ടൗൺ എത്താറാകുമ്പോഴേക്കും ചെറുതായിട്ട് റേഞ്ചൊക്കെയും വരും. പക്ഷേ ആകെ 2 സിമ്മേ കിട്ടുള്ളൂ, BSNലും ജിയോയും. ആ 2 സിമ്മല്ലാതെ വേറെ ഒരു സിമ്മിന് ഇവിടെ റേഞ്ചില്ല. അങ്ങനെ ഞങ്ങൾ വട്ടവട ടൗണിലെത്തി. പക്ഷേ ഞങ്ങൾക്ക് വട്ടവട ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. അതിന് മുമ്പേ വേറൊരു കട്ടിങ് കയറിയിട്ടാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഞങ്ങൾ പോകുന്ന സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ WildLink.camp. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ്. ഫ്രണ്ടിലുള്ള വണ്ടിയിലുള്ളവന്മാരാണ് ഗൂഗിൾ മാപ്പ് ഇട്ടേ. ഞാൻ പിന്നെ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പിടിച്ച് പോകുന്നു എന്നുള്ളൂ.
പിന്നെയാണ് വഴി തെറ്റിയെന്ന് മനസ്സിലായത്. ഓ, നെറ്റും ഇല്ല, റേഞ്ചും ഇല്ല. മാപ്പിൽ വെച്ചിട്ട് ഊഹം വെച്ചിട്ട് വേണം പോവാൻ. വാ പോരട്ടെ. ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഗൂഗിൾ മാപ്പ് എപ്പോഴും ഓഫ്ലൈനിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കണതാണ് സൗകര്യമുള്ളത്. അങ്ങനെ ദേ ഞാൻ വഴികാട്ടിയായിട്ട് അവരുടെ മുന്നിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇനിയുണ്ട് കുറച്ചും കൂടി. വൈൽഡ് ലിങ്ക് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അകത്തേക്കാണ്. പിന്നെ എപ്പോൾ എത്താനുള്ളതോ? വൈബ് കസ്റ്റമറാടാ. കടിക്കില്ലല്ല, അപ്പോൾ കുഴപ്പമില്ല. 2 കാറും ഒരു ബൈക്കാ പോണ്ടവയാ. ഒരു കാറുണ്ട്, രണ്ടാമത്തെ കാറ് വന്നിട്ടില്ല. ആ തുടങ്ങി. എൻ്റെ കയ്യൊക്കെ പൊട്ടി. ഇതൊക്കെ കൊള്ളാലോ. രസം ചെളിയാക്കല്ലോ. പേരെന്താ? ഡിക്സി. സെറ്റില്ലേ പിക്സി? ഇതാരാ? ചാവി. പിക്സി ദേ അങ്ങനെ വൈൽഡ് ലിങ്ക് ക്യാമ്പിലെത്തി. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും ബാക്കി 2 കാറുകളും വന്നു. എല്ലാവരും വന്ന് സെറ്റായി. എനിക്കുണ്ട് എൻ്റെ മതി. ടെൻ്റാണോ വൈബ് മോനെ? എടാ വീഡിയോ നമ്മുടെ എല്ലാം സാധനം നമുക്ക് കയ്യിലൊക്കെ പിടിക്കാം. കയ്യിൽ പിടിച്ചേ ഇതില് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യണം. അങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി അന്നത്തെ നൈറ്റ് അങ്ങോട്ട് പൊളിച്ച്. ഒന്നും കാണില്ല. എത്തിയപ്പോൾ തന്നെ രാത്രി ആയതുകൊണ്ട് ക്യാമ്പിൻ്റെ ശരിക്കുള്ളൊരു ലുക്കോ ആംബിയൻസോ കാണാൻ പറ്റിയിരുന്നില്ല. രാവിലെ ആയപ്പോഴാണ് വട്ടവടയുടെ ശരിക്കുള്ളൊരു തണുപ്പും വൈബും ഫീലൊക്കെയും കിട്ടണേ. പിന്നെ ഞങ്ങളുടെ വട്ടവടയുടെ മലയോര പ്രദേശങ്ങളും ക്യാമ്പിൻ്റെ അടുത്തുള്ള കാടിലേക്കൂടെയായി ഞങ്ങളുടെ യാത്ര.
തങ്കപ്പൻ ഉറക്കാണ്, അവൻ റൂമിൽ കിടന്ന് ഉറങ്ങാ. അതിരാവിലെ മാത്രമല്ല ഇവിടുത്തെ വൈബ്, ഉച്ചയ്ക്കും വൈകുന്നേരവും നല്ല കോടയുണ്ട്, ഒരു പ്രത്യേക തണുപ്പും കാറ്റുമൊക്കെ ഉണ്ട്. ഇതേ ഉച്ച സമയത്താണ്. ഉച്ച സമയത്തും ക്യാമ്പിന് ചുറ്റുമുള്ള കോട ഉണ്ടാകും, ഒരു പ്രത്യേക വൈബ് തന്നെയല്ലേ. എന്തായാലും ഇതോടുകൂടി നമ്മൾ ക്യാമ്പിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ശരി എന്നാ. ഓ മൊത്തം കോടേ. ഓ മഴ തന്നെ എന്ത് ചെയ്യാം, പെട്ടെന്ന് തോന്നണേ, അനഞ്ഞു പോവാ. തിരിച്ചു പോണ സമയത്ത് നല്ല പണി കിട്ടി, നല്ല ഒന്നാന്തരം മഴ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് മഴ തന്നെയാണ്. പിന്നെ വട്ടവടയുടെ തണുപ്പ് വെച്ച് നോക്കുമ്പോൾ കൈയൊക്കെ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒപ്പം കോടയും. കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഏറ്റവും കഷ്ടം. റോഡൊന്നും കാണാൻ പറ്റുന്നില്ല, വഴിയും കാണാൻ പറ്റുന്നില്ല, അതുപോലെ കോടയായിരുന്നു. വട്ടവട ടൗൺ എത്തിയപ്പോഴാണ് ആ മഴയും മാറി കോടയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത്. ഇപ്പോൾ ടൗണൊക്കെയും കഴിഞ്ഞ് ആ ചെക്ക് പോസ്റ്റും കടന്ന് വട്ടവട ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളതേ വട്ടവടയ്ക്ക് കയറിയ ചെക്ക് പോസ്റ്റാണിത്. അങ്ങനെ ചെക്ക് പോസ്റ്റ് ഇറങ്ങി വട്ടവട അങ്ങനെ ഞങ്ങൾ പിരിയാണ്. വാ വാ എവിടെയെങ്കിലും ഒരു ചായക്കട നിർത്താന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരമായി. മൂന്നാർ ടൗണിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക്. അവസാനമായി ഒന്ന് ഭക്ഷണവും കഴിച്ച് അതിനുശേഷം അങ്ങോട്ട് പിരിയാൻ പോവാണ്. ഓക്കേടാ, ഇപ്പോൾ വേറെ ഓണാക്കി വെച്ചെന്നുള്ളു. അപ്പോൾ ശരി കേട്ടോ, ഓക്കേടാ. ഞാൻ പോണേ ഒന്നുമില്ല. എന്നാ കേറി തെറിക്ക ബാഗ് കളക്ട് ചെയ്തോളും. പാട കയറിയോ. അങ്ങനെ ഇതോടുകൂടി വട്ടവടയുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ പീസ് ഔട്ട്.